നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിലിതാ കടകംപള്ളി സുരേന്ദ്രൻ വീഴുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയ ഒരു ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് അറിയാവുന്നത്. ഒരു സ്പോൺസർ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന് മാത്രമാണ് നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതാ കടകംപള്ളി സുരേന്ദ്രൻ അടിച്ചില്ലിൽ വീണ ഗതികേടിലായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അടുത്തറിയില്ല എന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ വാദം പൂർണ്ണമായി തകർന്നടിഞ്ഞു. ഇതോടെ കടകംപള്ളി സുരേന്ദ്രനും സ്വർണ്ണക്കൊള്ള കേസിൽ വീഴുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ. മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ എത്തി. ഇതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തൊട്ടടുത്തുള്ള അയൽക്കാരോടൊക്കെ വിവരം തിരക്കി. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകരും പോറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞു. ഇതോടെ പോറ്റിയുടെ തൊട്ടടുത്തുള്ള വീട് വിക്രമൻ നായർ എന്നാണ് അയൽവാസിയുടെ പേര്. അദ്ദേഹം പറഞ്ഞു, കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ട്. 2 തവണ താൻ നേരിൽ കണ്ടു. ഒരു കുട്ടിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ താൻ അവിടെ പോയി എന്ന് ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. എന്നാൽ ആ വീട്ടിൽ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. കടകംപള്ളി വെറുതെ വന്നു പോയതാണ് എന്ന് വിക്രമൻ നായർ പറയുന്നു. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് വിശാലമായി സമയം ചിലവഴിച്ചാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് മടങ്ങിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്തതിൻ്റെ ബഹസർ സാക്ഷി കൂടിയാണ് വിക്രമൻ നായർ. ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വിശദമായ മൊഴി SITക്ക് നൽകി. പലവട്ടം കടകംപള്ളി സുരേന്ദ്രൻ തൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി SITയോട് സമ്മതിച്ചു. താൻ പല വമ്പന്മാർക്കും ഉപഹാരങ്ങൾ നൽകിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ 2 തവണ വരുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് വിക്രമൻ നായർ ഉറപ്പിച്ചു പറയുന്നു. വന്ന സമയത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു. അന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നുകൂടി വിക്രമൻ നായർ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യം വന്നപ്പോൾ ഉടൻ തന്നെ തിരിച്ചുപോയി. 2ാം തവണ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിയുടെ ഓഫീസ് സന്ദർശിച്ചിരുന്നോ എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യത്തിന് ശബരിമല സന്നിധാനത്ത് വെച്ചല്ലാതെ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്നാണ് കടകംപള്ളി മൊഴി കൊടുത്തത്. ഇതോടെ കടകംപള്ളിയുടെ വാദം പൂർണ്ണമായി പൊളിഞ്ഞടുങ്ങി. ഒരു വശത്ത് കടകംപള്ളി അടക്കമുള്ള വമ്പന്മാർ നിലംപൊത്തുന്ന കാഴ്ച, മറുവശത്താകട്ടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ VN വാസവന് നേർക്കും തിരിയും എന്ന അവസ്ഥയിലാണ്. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വൻ ക്രമക്കേടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയേക്കാൾ ഭയക്കുന്ന പലതും ഇപ്പോൾ പുറത്തു വരുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഇന്നലെ വെളുപ്പിനിരച്ചെത്തിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അക്ഷരാർത്ഥത്തിൽ നടുങ്ങി. ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരെയും ED വിളിപ്പിച്ചു വരുത്തി. പിന്നീട് നിർണായക രേഖകൾ കണ്ടെടുത്തു. കൂടുതൽ രേഖകൾ പരിശോധിക്കുമ്പോൾ ക്രമക്കേടുകളുടെ വലിയ നിര. ഒരു ദിവസം മുൻപ് ഹൈക്കോടതി പറഞ്ഞിരുന്നു, പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള അന്വേഷിച്ചു തുടങ്ങിയതിൽ പിന്നീട് പണ്ടോറയുടെ പെട്ടി തുറക്കുന്നത് പോലെയായി എന്ന്. അതിന് സമാനമാണിപ്പോൾ EDയുടെ അവസ്ഥയും. ശബരിമല മാത്രമല്ല, ദേവസ്വം ബോർഡിലെ ക്രമക്കേടുകളെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ശക്തമായ നിലയിൽ അന്വേഷണം തുടങ്ങി. ഇനിയും പല വമ്പന്മാരും കുടുക്കിലാകും എന്ന സൂചന ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് ജനുവരി 9 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വർഷങ്ങളായുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുന്നു. ഹൈക്കോടതിയുടെ ഇടക്കാല വിധി പുറത്തു വരുന്നു. ശബരിമലയിൽ നടന്ന വൻ കൊള്ളയെക്കുറിച്ച് കോടതി സമഗ്രമായി പ്രതിപാദിക്കുന്നു. തൊട്ടടുത്ത ദിവസം ED എത്തുന്നത് തലസ്ഥാനത്തുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിലേക്ക്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. അകത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ പുറത്ത് CRPF ഭടന്മാർ കാവൽ നിൽക്കുന്നു. പരിശോധന തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ അവിടേക്ക് വിളിപ്പിച്ചു വരുത്തി. സംഭാവനകൾ കൈകാര്യം ചെയ്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചു. ആചാരവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ തട്ടിപ്പുണ്ടോ എന്നതും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധനയിൽ. ഇതോടെ പല ക്രമക്കേടുകളും അവരുടെ കണ്ണിലേക്ക്. ഇതിനെ തുടർന്നാണ് സ്പോൺസർഷിപ്പിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന സംശയം EDയിലുണ്ടാകുന്നത്. വർഷങ്ങളായി കൊടിമരം ഉൾപ്പെടെ ആരൊക്കെയാണ് സ്പോൺസർ ചെയ്തത് എന്ന അന്വേഷണത്തിലേക്ക് തുടർന്ന് ED കടന്നു. ബോർഡുമായി ബന്ധപ്പെട്ട് നടത്തിയ പണമിടപാടുകൾ പരിശോധിക്കാനുള്ള തീരുമാനം. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയ്ക്ക് പുറമെ ആചാരങ്ങളും വഴിപാടുമായി ബന്ധപ്പെട്ടും ക്രമക്കേടുകൾ നടന്നുവെന്ന് ED കണ്ടെത്തി.
ഇ.ഡി. പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ, അതുവഴി പ്രതികൾ എത്രത്തോളം സ്വത്തുവകകൾ സമ്പാദിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുവെന്നാണ് ഇ.ഡി. അറിയിച്ചത്. അതീവ രഹസ്യമായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു 21 ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇ.ഡിയുടെ റെയ്ഡ്. 3 സംസ്ഥാനങ്ങളിൽ പുലർച്ചെ ഒരേ സമയം 120 ഉദ്യോഗസ്ഥർ, അതും CRPF ഭടന്മാരുടെ സുരക്ഷയിൽ. തിരുവനന്തപുരത്ത് മാത്രം 5 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിൻ്റെ പേട്ടയിലുള്ള വീട് അരിച്ചുപെറുക്കി. ദേവസ്വം ബോർഡ് ആസ്ഥാനം, 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കരേറ്റുള്ള വീട്, സഹോദരിയുടെ വെഞ്ചാറമൂടിലെ വീട്, മുൻ തിരുവാഭരണ കമ്മീഷണർ ബൈജുവിൻ്റെ ശ്രീകാര്യത്തെ വീട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ അന്വേഷണ സംഘം ഇരച്ചെത്തി. മറുവശത്ത് കിളിമാനൂരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ, വെഞ്ചാറമൂട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനിയുടെ വീട്ടിൽ. രാവിലെ 7:15 തന്നെ ഇ.ഡി. സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒപ്പം. തുടർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. ജയകുമാറിനെ വിവരമറിയിക്കുന്നു. ജയകുമാർ റെയ്ഡുമായി സഹകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതോടെ ഉദ്യോഗസ്ഥരെത്തി ഫയലുകൾ കൈമാറി തുടങ്ങി. ഇന്നലെ വൈകിട്ടോടെ 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിൽ ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിക്കാൻ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ കൊണ്ടുപിടിച്ചുള്ള ശ്രമം. കേസുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന നിരവധി ബാങ്ക് ഇടപാടുകളുടെ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സമയത്ത് ശേഖരിച്ചു. പിടിച്ചെടുത്ത രേഖകളുടെ ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് ഇ.ഡി. അറിയിച്ചു. പരമാവധി വേഗത്തിൽ രേഖകളുടെ പരിശോധന പൂർത്തിയാക്കി തുടർ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളന്നിറഞ്ഞതോടെ വലിയ സമ്മർദ്ദമായി SITക്ക്. മറുവശത്ത് ദേവസ്വം മന്ത്രി V.N. വാസവനടക്കം വെപ്രാളത്തിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞതോടെ കടകപ്പള്ളിയിലേക്ക് തിരിയാനുള്ള സൂചനകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമാക്കി. ഇതാണ് CPM കേന്ദ്രങ്ങളെ ഇപ്പോൾ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂട്ടുനിന്നു, ഒപ്പം രാഷ്ട്രീയ വമ്പന്മാരും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്തുവെന്ന് ഇ.ഡിയുടെ കണ്ടെത്തൽ. ഇതിനിടയിൽ SITക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയൊരു മൊഴി. ഇതിൻ്റെ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി പല വമ്പന്മാർക്കും ഉപഹാരങ്ങളും പണവും നൽകി എന്ന മൊഴിയാണ് ഇപ്പോൾ ഇ.ഡി. പരിശോധിക്കുന്നത്. ഇതിൻ്റെ തുടർച്ച മുൻ ദേവസ്വം മന്ത്രിയിൽ ചെന്നെത്തുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നു. 2 തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഒരു വശത്ത് അവർ നേരിട്ട് രേഖകൾ പരിശോധിക്കുന്നു, റെയ്ഡുകൾ സംഘടിപ്പിക്കുന്നു. മറുവശത്ത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുള്ള തെളിവുകൾ അവർ ശേഖരിച്ച് ആ തെളിവുകളിലും തുടരന്വേഷണം നടത്തുന്നു. ഇതോടെയാണ് സ്വർണ്ണക്കൊള്ളയിൽ കാര്യങ്ങൾ ഒതുങ്ങില്ല എന്ന സൂചന പുറത്തു വരുന്നത്. ആചാരങ്ങളും വഴിപാടുകളുമൊക്കെ ദുരുപയോഗം ചെയ്തുവോ എന്ന സംശയം. ദേവസ്വം ബോർഡ് പൂർണ്ണമായി ഇ.ഡി. റഡാറിൽ തന്നെയാണിപ്പോൾ. ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഒരു തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കൈകളിൽ. അതുകൊണ്ട് തന്നെ ഇനി കൊള്ളക്കാർക്ക് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാടുകൾ പ്രാഥമികമായി പരിശോധിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗപ്രവേശം ചെയ്തത്. എന്നാൽ അടിമുടി അവരുടെ അന്വേഷണ രീതി തന്നെ ഇപ്പോൾ മാറിയിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവുകളും വിവിധ ഫയലുകളും അവർ പിടിച്ചെടുത്തു. ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. ഇതോടെ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളിലേക്കും ഇ.ഡി. അന്വേഷണം എത്തുന്നു. ദേവസ്വം ആസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന നടത്തുമ്പോൾ മറുവശത്ത് SIT സന്നിധാനത്തേക്ക് ഇന്നലെ പാഞ്ഞെത്തി. സ്ട്രോങ് റൂമിലുള്ള സാധനങ്ങൾ അവർ പരിശോധിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നതിന് മുൻപ് തന്നെ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. സ്വർണ്ണക്കൊള്ള കേസ് കൂടുതൽ സങ്കീർണമാകുന്ന കാഴ്ച, അതോടൊപ്പം നിർണായകവും. പണമിടപാടുകൾ സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകളും രേഖകളുമൊക്കെ ഇ.ഡിയുടെ പക്കലാണ്. പ്രതികൾക്ക് കേരളത്തിനകത്തും പുറത്തുമൊക്കെ ബന്ധങ്ങളുണ്ട് എന്ന് ഇ.ഡി കണ്ടെത്തി. അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, സൗഹൃദങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള സൗഹൃദവും ഇ.ഡിയുടെ റഡാറിലെത്തും. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. താൻ നിരവധി പേർക്ക് ഉപഹാരങ്ങൾ നൽകിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് നൽകിയ മൊഴി. നേതാക്കൾക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഉപഹാരം നൽകി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി തനിക്ക് അടുത്ത പരിചയമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ തൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നും പോറ്റി ഇപ്പോൾ സമ്മതിക്കുന്നു. 2017 മുതൽ കടകംപള്ളിയുമായി അടുത്ത പരിചയം. സ്വർണ്ണക്കൊള്ളയിൽ പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിക്കുമെന്ന് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു. ഇത് സംബന്ധിച്ച ശുപാർശ SIT സർക്കാരിന് നൽകിക്കഴിഞ്ഞു. തൃശൂർ സ്വദേശി അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി പരിഗണനയിലുള്ളത്.
അടിമുടി ദുരൂഹതകൾ തന്നെയായിരുന്നു സ്വർണ്ണക്കൊള്ളക്കേസിൽ ആദ്യ അവസാനം നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ എല്ലാറ്റിനുമൊടുവിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എല്ലാ തെളിവുകളും എത്തുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.